ഞാൻ പോണില്ല, ഞാനെങ്കിലും അനാഥാലയത്തിൽ നിങ്ങൾക്ക് ആക്കാവുകയും. ഓ ശരി ശരി, അമ്മയ്ക്ക് നല്ലൊരു സ്ഥലത്ത് തന്നെ ആക്കി തരാം. എന്നെ കൊണ്ടാക്കി തന്നാൽ ഓ ശരി ഞാൻ പോകും. ആ അല്ല പേടിക്കണ്ട കരയണ്ട കേട്ടാ. കരയരുത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ഒരു അമ്മയെ കണ്ടോ? ഈ അമ്മ കഴിഞ്ഞ ദിവസം കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ്. പിന്നീട് ഇവിടെ തന്നെ നിലയുറപ്പിച്ച ഇവരോട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഈ അമ്മ പറഞ്ഞത് തന്നെ ഏതെങ്കിലും ഒരു അനാഥ മന്ദിരത്തിൽ എത്തിക്കുമോ എന്ന ആവശ്യമായിരുന്നു. തിരുവനന്തപുരം സ്വദേശിനിയായ ജഗദമ്മ എന്ന വയോധികയാണ് താനെന്നും ഏക മകൾക്കൊപ്പമായിരുന്നു താമസമെന്നും എന്നാൽ ആ മകൾക്ക് തന്നെ സംരക്ഷിക്കാൻ കഴിയാതെ വന്നതോടുകൂടി വീട് വിട്ട് ഇറങ്ങിയതാണ് എന്നാണ് നിറകണ്ണുകളോടെ ആ അമ്മ പോലീസുകാരോട് പറഞ്ഞത്. തിരികെ മകളുടെ അടുത്തേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ കരയുകയായിരുന്നു. തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേശനെയും ബാബുവിനെയും പോലീസ് വിളിച്ചു വരുത്തി. അവരെത്തി അമ്മയോട് സംസാരിച്ചു. തന്നെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ആക്കിയാൽ മതിയെന്ന് പറയുകയായിരുന്നു. ആവുന്ന കാലത്ത് എല്ലാവർക്കും താൻ വളരെ പ്രിയപ്പെട്ടവളായിരുന്നു. എല്ലാവർക്കും തന്നെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ വാർദ്ധക്യത്തിൽ എന്നെ ആർക്കും ആവശ്യമില്ല. അവഗണന മാത്രമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സ്വയം തീരുമാനിച്ച് വീട് വിട്ട് ഇറങ്ങിയത് എന്നായിരുന്നു ആ അമ്മയുടെ മറുപടി. തുടർന്ന് ഗണേഷും ബാബുവും ചേർന്ന് ആ അമ്മയെ ഒരു അഗതി മന്ദിരത്തിൽ എത്തിച്ചു. ഇനി ഈ അമ്മ ഇവിടെ കഴിയും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ഇഹത്തിലും പരപ്പിലും അച്ഛനും അമ്മയ്ക്കും സമമായി മറ്റൊരു ദൈവവുമില്ല. ആ അച്ഛനമ്മമാരെ ഉപേക്ഷിച്ചിട്ട് എത്ര വലിയ ആരാധനാലയത്തിൽ പോയാലും യാതൊരു കാര്യവുമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഈ ഒരു അച്ഛനും അമ്മയും ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടാതിരിക്കട്ടെ. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ